വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയുടെ ചരിത്രത്തിന് സാക്ഷിയായി 130 വർഷത്തിലേറെയായി തലയുയർത്തി നിൽക്കുന്നു സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. ഒരു പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് എന്തിത്ര പറയാൻ എന്ന് ചോദിച്ചേക്കാം. ഡിസ്ട്രിക്ട് 1 പാരീസ് കമ്മ്യൂൺ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ഇത് കേവലം ഒരു തപാൽ ഓഫീസ് മാത്രമല്ല, വിയറ്റ്നാമിന്റെ കൊളോണിയൽ കാലഘട്ടത്തിലേക്കുള്ള ഒരു വാതായനം കൂടിയാണ്. റിനേസൻസ്, ഗോഥിക്, ഫ്രഞ്ച് കൊളോണിയൽ ശൈലികളുടെ അനുപമമായ ഈ സംഗമം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ രണ്ടാമത്തെ പോസ്റ്റ് ഓഫീസായി 2023 തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ കെട്ടിടത്തെക്കുറിച്ച് വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു പ്രധാന തെറ്റിദ്ധാരണയുണ്ട്. ഐഫൽ ടവറിന്റെ ശില്പിയായ ഗുസ്താഫ് ഐഫലാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സത്യമതല്ല. 1860 ഇവിടെയുണ്ടായിരുന്ന ഒരു ടെലിഗ്രാഫ് ഓഫീസിന് ഐഫൽ രൂപരേഖ നൽകിയിരുന്നുവെങ്കിലും ഇന്നത്തെ ഈ ഗംഭീര സൗധം നിർമ്മിച്ചത് ഫ്രഞ്ച് ആർക്കിടെക്റ്റായ മാരി ആൽഫ്രഡ് ഫൗൾഹൗസ് ആണ്. 1886നും 1891നും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഈ പോസ്റ്റ് ഓഫീസ് അന്നത്തെ ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു. 1891 ജൂലൈ 14 അതായത് ഫ്രാൻസിന്റെ ദേശീയ ദിനമായ ബാസ്റ്റീൽ ദിനത്തിലാണ് ഇത് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പോസ്റ്റ് ഓഫീസിന്റെ ഉൾത്തടം മറ്റൊരു ലോകമാണ്. ഒരു പോസ്റ്റ് ഓഫീസിനേക്കാൾ 19ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ റെയിൽവേ സ്റ്റേഷന്റെ പ്രതീതിയാണ് ഉള്ളിൽ. കൂറ്റൻ ഇരുമ്പു തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഉയർന്ന ആർച്ച് മേൽക്കൂര ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ചൂട് പുറന്തള്ളാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ ശൈലി. ഹാളിന്റെ ഭിത്തികളിൽ 1892 വരച്ച 2 പഴയ മാപ്പുകൾ കാണാം. സൈഗോണിന്റെ പഴയ ഭൂപ്രകൃതിയും തെക്കൻ വിയറ്റ്നാമിലെ ആശയവിനിമയത്തിന്റെ നാഡീശൃംഖലയായിരുന്ന ടെലിഗ്രാഫ് ലൈനുകളുമാണ് ഈ ചിത്രങ്ങളിൽ. സൈഗോൺ പോസ്റ്റ് ഓഫീസിന്റെ ആത്മാവായിരുന്നു ദുഓങ് വാങ് എൻഗോ എന്ന മനുഷ്യൻ. സൈഗോണിന്റെ അവസാനത്തെ കത്തെഴുത്തുകാരനെന്നറിയപ്പെട്ട അദ്ദേഹം 16ാം വയസ്സിൽ തപാൽ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചതാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം 70 വർഷത്തിലേറെ കാലം ഇവിടെ ഇരുന്ന് ആയിരക്കണക്കിന് ആളുകൾക്കായി കത്തുകൾ എഴുതി നൽകി. പ്രേമലേഖനങ്ങൾ മുതൽ ഔദ്യോഗിക കത്തുകൾ വരെ അദ്ദേഹം തന്റെ ഫൗണ്ടൻ പേന കൊണ്ട് മാലോകർക്ക് എഴുതി നൽകി. 2023 93ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചെങ്കിലും ഈ കെട്ടിടത്തിന്റെ ചരിത്രത്തിലെ മായാത്ത ഒരു അധ്യായമായി ഇന്നും ദുഓങ് വാങ് എൻഗോ സ്മരിക്കപ്പെടുന്നു. ഇതൊരു വെറും തപാൽ സ്മാരകമല്ല, ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന തിരക്കേറിയ ഒരു പോസ്റ്റ് ഓഫീസാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരബെഞ്ചുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കിന്നും പ്രിയപ്പെട്ടവർക്ക് ഒരു പോസ്റ്റ് കാർഡ് അയക്കാം. പഴയകാല ടെലിഫോൺ ബൂത്തുകൾ ഇന്ന് ATM കൗണ്ടറുകളായി മാറിയിട്ടുണ്ടെങ്കിലും അവ ഇന്നും അതേപടി സംരക്ഷിക്കപ്പെടുന്നു. ഈ കെട്ടിടത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയ പ്രാധാന്യത്തിന്റെ സൂചകമായി ഹാളിന്റെ ഒരറ്റത്തായി പ്രസിഡന്റ് ഹോച്ചിമിന്നിന്റെ ചിത്രം എല്ലാം നോക്കിക്കാണുന്നു. സൈഗോണിലെത്തുന്നവർ പോസ്റ്റ് ഓഫീസിനെ സാക്ഷിയാക്കി ഒരു ചിത്രമെടുക്കാതെ മടങ്ങാറില്ല. ഉള്ളിലേക്ക് നടന്നു കയറുമ്പോൾ ആ വലിയ ഹാളിൽ ചരിത്രത്തിന്റെ മാറ്റൊലി കേൾക്കാം. സ്നേഹത്തിന്റെ, വേദനയുടെ, വിരഹത്തിന്റെ അക്ഷരങ്ങൾ ലോകമെങ്ങും പ്രസരിപ്പിച്ച ഈ കെട്ടിടം സംരക്ഷിക്കുന്നത് കത്തുകളെ മാത്രമല്ല, സൈഗോൺ എന്ന നഗരത്തിന്റെ തന്നെ ഓർമ്മകളെയാണ്.